രാജാവ് കാട്ടിലെ വേട്ടയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു പാവം താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ കൊട്ടാരത്തിലേക്ക് മോശം ഉദ്ദേശത്തോടുകൂടി കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു രാജാവിന്റെ ആദ്യ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. പക്ഷെ ഇതുവരെ അയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആവാത്തത് കൊണ്ട് തന്നെ അയാൾ ഇപ്പോ രണ്ടാമത് വിവാഹം കഴിച്ച ആ ഒരു പെണ്ണിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേക്കാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ ലോകത്തില്ലാത്ത അഹങ്കാരവും മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചെരുപ്പിൽ മണ്ണാവെന്ന് പറഞ്ഞ് താഴ്ന്ന ജാതിയിലുള്ള ഒരാളെ മണ്ണിൽ മുട്ടുകുത്തി ഇരുത്തി ആളുടെ മുതുകിൽ ചവിട്ടിയിട്ടാണ് അവള് കൊട്ടാരത്തിലേക്ക് കയറുന്നത്. അതുപോലെ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടികളുടെ സാരി അഴിച്ച് അവൾക്ക് നടക്കാനായി പാത ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഈ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ശിവാംഗിയുടെ അടുത്തേക്ക് രാജാവ് പോകുന്ന സമയത്ത് രാജാവിനെ കൊല്ലാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. അവരോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നത് ശിവാംഗി ആയിരുന്നു. അവൾക്ക് ആണുങ്ങളുടെ കരുത്തായിരുന്നു. ഇപ്പൊ ആ ഒരു ഡോണിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മളുടെ ഹീറോ ആയിട്ടുള്ള മല്ലേഷിനോട് രാജാവ് ആജ്ഞാപിക്കുന്നുണ്ട്. അവരും പോയി ആ ഒരു ഡോണിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊന്നു കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവും മല്ലേഷിനോട് നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആവശ്യപ്പെടാനായിട്ട് പറയാണ്. മല്ലേഷ് അപ്പൊ ആവശ്യപ്പെടുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല കുടിവെള്ളമായിരുന്നു, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാനുള്ള അവകാശവും. പക്ഷെ നിങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരാണ്, നിങ്ങൾ എപ്പോഴും എന്റെ കാലിന്റെ അടിയിൽ അടിമകളെ പോലെ നിൽക്കണം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നും ഇല്ലാന്ന് രാജാവ് ഇംഗ്ലീഷിൽ പറയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അടിമകൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അവർ കൈയടിക്കാണ് ചെയ്തത്. ഇപ്പൊ അന്ന് രാത്രി ശിവാംഗിയുടെ അടുത്തേക്ക് രാജാവ് പോകുന്നുണ്ട്. എന്നാൽ തലേന്ന് രാത്രി ശിവാംഗി ഈ ഒരു ആണുങ്ങളെ തള്ളിയതെല്ലാം അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ തള്ളിയിട്ടോണ്ട് നീ ഒരു പെണ്ണല്ല, പെണ്ണിനെ പോലെയല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാവണം, പേടിച്ചാൽ മാത്രമേ ആ ഒരു പെണ്ണിനെ ആസ്വദിക്കാനായി എനിക്ക് പറ്റുള്ളൂ, നീ ഒരു പെണ്ണായി എനിക്ക് തോന്നുന്ന ദിവസം നിന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് രാജാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ശിവാംഗിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. രാജാവ് നേരെ പോകുന്നത് അവന്റെ ഒന്നാമത്തെ ഭാര്യയുടെ അടുത്തേക്കാണ്. അവളെയും കൂട്ടി റൂമിലേക്ക് അവൻ പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ശിവാംഗി. പക്ഷെ വെള്ളം കിട്ടി ആഘോഷിക്കുന്ന താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട മല്ലേഷിനെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവനോട് അവൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാണ്. തോഴികളോട് ചോദിച്ച് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാജാവ് വേട്ടക്ക് പോയ സമയത്ത് ഈ ഒരു മല്ലേഷിനെ അന്വേഷിച്ച് അവൾ അവന്റെ സ്ഥലത്തേക്ക് പോവാണ്. അവൻ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മല്ലേഷിന്റെ കൂടെ ശിവാംഗി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ്. അവസാനം അവനെ കിസ് ചെയ്യുന്നുണ്ട്. രാജാവിനോട് താൻ ചെയ്യുന്നത് ദ്രോഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മല്ലേഷ് അതിൽ നിന്ന് പിൻവാങ്ങാണ്. രാജാവ് ഈ സമയം വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലെത്തുന്നുണ്ട്. ആ ഒരു കാട്ടിൽ വെച്ചിട്ടാണ് യുദ്രാംഗി എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയെ രാജാവ് കാണുന്നത്. നല്ല സ്ത്രീത്വമുള്ള നല്ല അടക്കവും ഒതുക്കുള്ള അവളെ കണ്ടതും രാജാവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകാണ്. ഓടിച്ചെന്ന് രാജാവ് അവളെ പിടിച്ച് ജീപ്പിലായിട്ട് കയറ്റുന്നുണ്ട്. യുദ്രാംഗിയും പേടിച്ചാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് രാജാവിനോട് ഒരു ക്രഷ് ഉള്ള ഒരു പ്രാന്തി പെണ്ണുണ്ട് കണ്ണമ്മ. അവൾ അവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് യുദ്രാംഗി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. രാജാവിനിപ്പോ അവൾ എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. മല്ലേഷിനോട് അവളെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഉത്തരവിടുന്നുണ്ട്. ആക്ച്വലി ഈ യുദ്രാംഗി ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോക്കായി പോകും. ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.